ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ലൈവില്ല. ഇന്ന് നമുക്ക് ചിങ്ങം ഒന്നിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ചിങ്ങം ഒന്നാണ്, ഓഗസ്റ്റ് 17. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓഗസ്റ്റ് 17 മലയാള മാസത്തിലെ ആദ്യ മാസവും ചിങ്ങം ഒന്നെന്ന് പറയുന്നത് മലയാളം കലണ്ടറിലെ ഒന്നാമത്തെ ദിനവുമാണ്. അതുപോലെ സൗണ്ട് ക്ലാരിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മൈക്കൊന്നുമില്ല. ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയാണ് കുറേയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളടുത്ത്. ഇപ്പം മലയാള മാസങ്ങളിൽ 12 മാസങ്ങളാണ് നമ്മുടെ കലണ്ടറിലുള്ളത്. ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന പോലെ മലയാള മാസത്തിനും 12 മാസങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിയാത്തവരായിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ തലമുറകൾക്കൊക്കെ എല്ലാം അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്കും അറിയില്ല. പൂർണ്ണമായും വരിയായി പറയാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ടു ഡിസംബർ പറയാൻ അറിയാം. എന്നാൽ മലയാള മാസം ചിങ്ങം കന്നി തുലാം, അങ്ങനെയാണോ? അതെ. ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം. അപ്പോൾ ഇങ്ങനെയാണ് 12 മലയാള മാസങ്ങളുള്ളത്. അപ്പോൾ ഓഗസ്റ്റിലാണ് നോർമലി ചിങ്ങം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു ഇംഗ്ലീഷ് പ്രോപ്പർ ഡേ ഒന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ മാറിയും കയറിയും വരും. അപ്പം മലയാള മാസത്തിൽ എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ എനിക്ക് തിട്ടമായിട്ട് അറിയില്ല. ഇത് തപ്പി ഗൂഗിൾ നോക്കിയിട്ട് കിട്ടുമ്പോൾ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ചിങ്ങം കന്നി തുലാം എന്ന് പറയുമ്പോൾ ആദ്യ മാസം ചിങ്ങം 1 ഇന്നാണ്, ഓഗസ്റ്റ് 17. ഞാൻ രാത്രി 17 ഇപ്പോൾ എത്ര മണിയായി? ഇവിടെ 11 മണിയായി. നാട്ടിൽ ഏകദേശം പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പം ഏതായാലും വീഡിയോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കൊക്കെ തരിക, കമൻറ്റ് ചെയ്യുക. അവിടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക. നോർമൽ വീഡിയോസ്, കുറേ കുക്കിംഗ് വീഡിയോസും എൻ്റെ കുറച്ച് യാത്രാ വീഡിയോസും സാധാരണ വീഡിയോസാണ്. ഒന്നും പ്രത്യേകിച്ച് വലിയതായി പറയാനില്ല. എല്ലാവർക്കും അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പം അതൊന്നുമല്ല ഇന്നത്തെ കാര്യം. നമുക്ക് ചിങ്ങം ഒന്നിനെ കുറിച്ചുള്ളതാണ് പ്രധാനം. അപ്പോൾ കുറച്ച് സഹായത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു നിങ്ങൾക്കായി ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് പാസ് ചെയ്യുന്നു. ചിങ്ങം 1, പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ടാം ഓണത്തിൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. ചിത്തിരത്തോണിയിലക്കര പോവാൻ കേട്ടിട്ടില്ലേ? പാട്ടൊന്നും അറിയത്തില്ല കേട്ടോ പാടാൻ, ചുമ്മാ വായൊന്നൊക്കെ പാടിയതാണ്. ചിത്തിര തന്നെയല്ലേ ഇന്ന്? അതെ, ചിത്തിര 2ാം ഓണം. അപ്പം ചിങ്ങം 1നെ കുറിച്ച് പറയാം വിത്ത് ദിസ് സഹായം. ഇപ്പോൾ പറഞ്ഞതുപോലെ ചിങ്ങം 1 മലയാള മാസത്തിൻ്റെ ആദ്യ മാസമാണ്. അതുപോലെ ചിങ്ങം 1 മലയാള മാസത്തിലെ വർഷാരംഭം എന്നുള്ള രീതിയിൽ പലരും ആചരിക്കുന്നുണ്ട്. കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ചിങ്ങത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചിങ്ങം 1 മുതൽ പുതിയ കാർഷിക വർഷത്തിൻ്റെ തുടക്കമായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്നു. നാട്ടിലെ കാര്യമാണ്. അപ്പോൾ കാർഷികത്തിൻ്റെ തുടക്കമായി കാണുന്നത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യമൊന്നുമല്ല, അത് പരമ്പരാഗതമായി വരുന്നത് കൊണ്ട്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ 2ാം ഓണം എന്ന് പറഞ്ഞതുപോലെ ചിങ്ങമാസത്തിലെ ഒരു പ്രധാന ആഘോഷമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ അത്തമായിരുന്നു, ഇന്ന് ചിത്തിരയാണ്, 2ാം ഓണമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പറയാം. ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പം അറിയാമല്ലോ, എല്ലാവരും വീട് വൃത്തിയാക്കുക, നല്ല പുതുവസ്ത്രങ്ങൾ ധരിക്കുക, സദ്യ ഒരുക്കുക, ഗസ്റ്റിനെ സ്വീകരിക്കുക. അതുപോലെ തന്നെ മെയിൻ ഗസ്റ്റായിട്ട് മാവേലി വരുമെന്നുള്ള ഒരു നമ്മുടെ മിത്തുണ്ടല്ലോ. അങ്ങനെ പോകുന്നു ചിങ്ങമാസത്തെ കാര്യങ്ങൾ. ഇനി ഗൂഗിൾ പറയുന്നതനുസരിച്ച് ചിങ്ങമാസത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചിങ്ങം കേരളത്തിൻ്റെ പ്രകൃതിയിലും ജീവിതത്തിലും പുതുമയും ഉണർവും കൊണ്ടുവരുന്ന മാസമായി കണക്കാക്കപ്പെടുന്നു. മഴക്കാലത്തിൻ്റെ ശക്തി കുറഞ്ഞ് പ്രകൃതി കൂടുതൽ മനോഹരമാകുന്ന കാലമാണിത്. കർഷകരെ സംബന്ധിച്ച് ചിങ്ങത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നലെ ഞാൻ ലൈവിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഫുള്ള് മഴക്കാലമാണ്. നല്ല ഒന്നാന്തരം വെള്ളപ്പൊക്കമാണ്. നാട്ടിൽ നല്ലൊരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഞാനിപ്പോൾ തിരികെ എത്തിയത് തന്നെ. അടുത്തത് കർക്കിടകം കഴിഞ്ഞു. അറിയാമല്ലോ, തൊട്ട് തലേ വർഷം തീരുമ്പോഴാണല്ലോ ചിങ്ങം തുടങ്ങുന്നത്. അപ്പം ഇതിനകത്ത് ഗൂഗിൾ എടുത്തു പറയുന്നത് കർക്കിടകത്തിന് ശേഷമാണ് ചിങ്ങം ആരംഭിക്കുന്നത്. അത് നല്ലൊരു അറിവാണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ചിങ്ങത്തിനെ കുറിച്ച് പറയാം. ചിങ്ങം 1 ആദ്യ മാസമാണ്, മലയാള മാസത്തിൻ്റെ ആദ്യ മാസം. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇതിൽ വരുന്നൊരു പ്രത്യേക ആഘോഷം ഓണാഘോഷമാണ്. ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലാണ്.
അതുപോലെ ചിങ്ങമാസത്തിൽ കുട്ടനാട്ടുകാർക്ക് വേറൊരു കാര്യം കൂടെ, വള്ളംകളി. അത് ഈ ഓണത്തിൻ്റെ പ്രത്യേകതയായി കുട്ടനാടുകളിൽ നടക്കുന്നൊരു ആഘോഷമാണ്. അതിൻ്റെ മെയിനാണ് നമ്മുടെ നെഹ്റു ട്രോഫി. അപ്പോൾ നെഹ്റു ട്രോഫി വരുന്നുണ്ട്. ഈ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി. വേറെ മാറ്റമൊന്നുമില്ലെങ്കിൽ, വെള്ളപ്പൊക്കമില്ല, മഴയില്ല, വേറെ ഗവൺമെൻറ്റിൻ്റെ വേറെ ഇടപെടലുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ നമുക്ക് കാണാം. നിങ്ങൾക്ക് കുട്ടനാട്ട് പോയി കഴിഞ്ഞാൽ, പുന്നമടയിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്ത് കാണാം. നല്ല ചാർജാണ്. ഇവിടെ ഞങ്ങൾ TV കാണും, നെറ്റ് ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. അടുത്തത് ഇന്ന് ഓണത്തിൻ്റെ 2ാം ദിവസം ചിത്തിരയെക്കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും പറയാൻ അറിയില്ല. മുഴുവൻ ഇത് നോക്കി പറയാം, പക്ഷെ ചെറുതായിട്ട് പറയാം. രണ്ടാമത്തെ ദിവസമാണ്. നോർമൽ അത്തം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കൊന്ന് ഓണത്തിൻ്റെ ഒന്നും വന്നു. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല ആഘോഷമാണ്. നാട്ടിൽ പണ്ട് കാലത്തൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ ഞങ്ങൾക്ക് എന്നും ആഘോഷമാണ്, അവധിയാണല്ലോ. പരീക്ഷകളൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ച് വീട്ടിലെത്തി അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന 10 ദിവസമാണ്. ഇത് കഴിയുമ്പോൾ ചെന്നിട്ടാണ് നല്ല പരീക്ഷ പേപ്പറിൻ്റെ ഉത്തരക്കടലാസം കഴിച്ച് വീട്ടിൽ നിന്നല്ലേ, ക്ലാസ്സിൽ നിന്നല്ലേ. ഇംഗ്ലീഷുകാരനെ ഓർക്കുന്നുണ്ട്, അടിച്ച് പൊളിക്കും പൊള്ളിക്കും. മാർക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് അടിക്കുന്നത്, അറിയണമെന്നല്ല. ചിത്തിര ദിവസം 2. ചിത്തിര എന്നത് മലയാള മാസമായ ചിങ്ങത്തിലെ ഒരു നക്ഷത്രപ്പേരും കൂടിയാണ്. കറക്റ്റ്, ശരിയാണ്. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചിത്തിര നാളിനും പ്രാധാന്യമുണ്ട്. ഓണത്തിൻ്റെ പരമ്പരാഗത ആഘോഷങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ വിവിധ ദിവസങ്ങളിൽ പൂക്കൾ ഒരുക്കുന്ന പതിവുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ ഓണക്കാലത്ത് ഓരോ ദിവസവും പൂക്കളത്തിൽ കൂടുതൽ പൂക്കൾ ചേർത്ത് പൂക്കളം വലുതാക്കുന്ന രീതിയാണ് പല സ്ഥലങ്ങളിൽ കാണുന്നത്. അത് ശരിയാണ്. ഒന്നാം ഓണത്തിന് ഒരു പൂ 2 പൂവൊക്കെ എടുത്തുള്ളൂ. നോർമലി ഒരു പൂവും ഓണത്തപ്പനെയാണ് വെക്കുന്നത്. ഒരു പൂവിൻ്റെ നടുക്കൊരു ഒരൊറ്റ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള പൂക്കളിൻ്റെ നടുക്കൊരു ഓണത്തപ്പനയും വെക്കും. 2ാമത്തെ ദിവസം 2 പൂവാകും, 3ാമത്തെ ദിവസം 3 പൂവാകും, 4ാമത്തെ ദിവസം 4 പൂവാകും. അങ്ങനെ 4 പൂവെന്ന് പറയുമ്പോൾ 4 നിറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അറിയാവുന്നവർ അങ്ങനെ ഉപയോഗിക്കും, അറിയാത്തവർ കൈ കിട്ടുന്നവർക്ക് വെച്ചൊരു അത്തപ്പൂക്കളം ഉണ്ടാക്കും. കൂടെ ഉപ്പും നമ്മുടെ എന്തോന്ന് പറയുന്നത്, കോളിക്കിടുന്ന പൊടിയില്ലേ, എൻ്റെ അറിയില്ലെന്നല്ല, മാർക്ക് കിട്ടുന്നില്ല. അപ്പം അതൊക്കെ വെച്ചാണ് അത്തപ്പൂക്കളം ഉണ്ടാക്കുന്നത്. അത്തം ഓണാഘോഷങ്ങളുടെ തുടക്കം ചിത്തിര 2ാം ദിവസം, തുടർന്ന് ചോതി, വിശാഖം, അനിഴം തുടങ്ങിയ ദിവസങ്ങൾ. അങ്ങനെ പോകെ തിരുവോണം എത്തി 10ാം ദിവസം ഓണാഘോഷത്തിലെ പ്രധാന ദിവസം. അത്തം 10-ന് തിരുവോണം. ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഓണം അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഓണം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഓണം. മലയാളികളുടെ പാരമ്പര്യം, ഐക്യം, സമൃദ്ധി എന്നിവയുടെ പ്രതീകമാണ് ഓണം ആഘോഷിക്കുന്നത്. 2. മഹാബലി. ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം മഹാബലി രാജാവിൻ്റെതാണ്. മഹാബലി മാത്രമല്ല, വാമനനും ഉണ്ട്. വാമനാണല്ലോ നമ്മുടെ മഹാബലിയെ ചവിട്ടി അങ്ങ് താഴ്ത്തിയത്. ചവിട്ടി താക്കടാ ഒരു കഥയുണ്ട്, അറിയാവുന്നവർക്ക് മനസ്സിലാകും. ചെറിയതേ. മഹാബലിയുടെ കാലത്ത് കേരളത്തിലെ എല്ലാവരും സന്തോഷത്തോടെയും സമത്വത്തോടെയും ജീവിച്ചതെന്നാണ് വിശ്വാസം. മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസമാണ് ഓണത്തെ വിശ്വാസപരമായി കാണുന്നത്. ഓണത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ: പൂക്കളം, ഓണപ്പൊടി, ഓണസദ്യ, വള്ളംകളി, പുലികളി. ഓണക്കളികൾ, മറ്റ് ഓണക്കളികൾ പലയിടത്തും പലതാണ്. വടംവലി, അങ്ങനെ പലതുണ്ടല്ലോ. കസേരകളി. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുടെ ഒത്തുചേരൽ, മഹാബലിയുടെ ഓർമ്മ. പിന്നുണ്ട്, ഈ സമയത്ത് ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, യൂട്യൂബിൽ തകർക്കുമായിരിക്കും. ഓണസദ്യ. വാഴയിലയിൽ വിളമ്പുന്ന പരമ്പരാഗത ഓണസദ്യ ഓണത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാ പച്ചക്കറികളും വെച്ചുള്ള ഓണസദ്യ ആയിരിക്കും. ചോറ്, നല്ല പൂശനിലയിൽ ചോറ്, അങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. വാഴയിലയിൽ ചോറ്, പരിപ്പ് കറി, സാമ്പാർ, അവിയൽ, കിച്ചടി, പച്ചടി, തോരൻ. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇനി ഐറ്റംസ് കാണും. അച്ചാർ, പിന്നെ സൈഡിൽ വെക്കാൻ ഉപ്പേരി, പിന്നെ നമ്മുടെ സാധനം ഉണ്ടല്ലോ ശർക്കര വരട്ടി, ഉപ്പ്, നെയ്യ്, പഴം പായസം, പപ്പടം, പിന്നെ അച്ചാർ പറഞ്ഞില്ലേ, അച്ചാർ. അങ്ങനെ തുടങ്ങി നിരവധി വിഭവങ്ങൾ സദ്യയിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ പിള്ളേർക്ക്, ഞങ്ങൾക്കൊക്കെ രുചിക്ക് വേണ്ടി ഇച്ചിരി ബീഫൊക്കെ വെക്കും കേട്ടോ. അയ്യോ, ഓണത്തിൻ്റെ സന്ദേശം. ഓണം വെറും ഒരു ആഘോഷം മാത്രമല്ല, സ്നേഹ, സൗഹൃദ, സമത്വ, ഐക്യം, പങ്കുവെക്കൽ,
സമൃദ്ധി എന്നിവയുടെ സന്ദേശം നൽകുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ഒരാഘോഷമാണ്. ഒരുമിച്ച് ആഘോഷിക്കുമ്പോഴാണ് ഓണത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത്. അത് സത്യമാണ്. ഒറ്റയ്ക്കിരുന്ന ഓണമൊന്നുമല്ല. കാര്യം ഞാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഷെയർ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളിപ്പം അത് അതിൻ്റേതായ സന്തോഷം, ഫാമിലിയായിട്ടുള്ള സന്തോഷം വേറെ, കൂട്ടുകാരൊക്കെ നാട്ടിൽ കളിക്കുന്ന സന്തോഷം വേറെ. അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഓണം പ്രത്യേക രീതിയിലാണ്. ക്യാമ്പുകളിൽ താമസിക്കുന്നവരുണ്ട്, അവർക്കും വേറെ രീതിയിലാണ് ഓണം. എല്ലാം അതിൻ്റേതായ രീതിയിൽ സന്തോഷിക്കും. അവരവരുടേതായ രീതിയിൽ സന്തോഷിക്കും. അപ്പം നാട്ടിലുള്ളവരൊക്കെ എൻജോയ് ചെയ്യുക, ഇവിടെയുള്ള ഞങ്ങളും എൻജോയ് ചെയ്യുക. ഓണത്തിൻ്റെ പ്രോപ്പർ ദിവസം എൻജോയ്മെൻ്റ് ഒന്നും കാണില്ല. ഏതെങ്കിലും അവധി ദിവസങ്ങളിലായിരിക്കും എല്ലാവരും കൂടി ഒത്തുകൂടുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് ഒത്തുകൂടുന്ന ആൾക്കാരുണ്ട് ഇവിടെ. കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടെന്നല്ല ഉദ്ദേശം, ഉണ്ട് ഇങ്ങനെ അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങവന്നതിനെ കുറിച്ചും രണ്ടാം ഓണത്തിൻ്റെ രണ്ടാം ദിവസമായ ചിത്തിരയെക്കുറിച്ചുമുള്ള ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷനൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയതായി എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് കുത്തിപ്പിടിക്കുക. ബെല്ലൊന്ന് അടിച്ചെങ്കിൽ പൊട്ടിച്ചേക്കുക. അപ്പോൾ ഗൂഗിളിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.